ഒരു ദൃശ്യം കണ്ടു. നിങ്ങളെയും കൂടി കാണിക്കാം. ഈ മദ്യപാനിയായിട്ടുള്ള ഒരുത്തൻ, അവൻ 2 ദിവസം മദ്യം അടിച്ചില്ല. ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് നിങ്ങളൊരു ദൃശ്യം കാണിക്കും. അത് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടു വിലയിരുത്തുക. അതാണ് പറഞ്ഞു വന്ന മദ്യപാനിയായ ഒരാൾ 2 ദിവസമായിട്ട് അടിക്കാൻ കിട്ടിയില്ല. അടിക്കാൻ കിട്ടാത്ത കാര്യം സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ കാര്യം അദ്ദേഹം ആക്ഷനിലൂടെ അറിയിക്കുക എന്ന് നിങ്ങൾക്കറിയോ? അപ്പോൾ അതെങ്ങനെയെന്ന് നിങ്ങളെ ഒരു ദൃശ്യം കാണിച്ച് ബോധ്യപ്പെടുത്തുകയാണ്. ഒരു മദ്യപാനി 2 ദിവസം അടിച്ചില്ലെങ്കിൽ അതെങ്ങനെ സഹ അടിക്കാരനെ ബോധ്യപ്പെടുത്തുന്നു എന്നതിന്റെ തെളിവ് കണ്ടോളൂ. കൃത്യമല്ലേ? അതായത് നമ്മുടെ നാട്ടിൽ പലതരം ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്കൊക്കെ മനോരോഗം അല്ലെങ്കിൽ ചെറിയ തകരാറുണ്ട്, 10 പൈസയുടെ കുറവുണ്ടെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഏതെങ്കിലും കൊടും കുറ്റവാളി ആയിക്കോട്ടെ, നിങ്ങൾ പലതരം അറസ്റ്റുകൾ ഈ നാട്ടിൽ കണ്ടിട്ടുണ്ടല്ലോ. ആരെങ്കിലും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് കണ്ടോ? അതായത് സാമാന്യ ബുദ്ധി അല്ലെങ്കിൽ സ്ഥിര ബുദ്ധി ഇല്ലാത്തവർ കാണിക്കുന്ന പ്രകടനമാണ്. നിങ്ങൾക്ക് കാണാം, മറുനാടൻ ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്യുമ്പോഴും ഉടുപ്പില്ലാതെയൊക്കെ ഇറങ്ങി നടക്കുന്നത്. അതായത് സീൻ ക്രിയേഷൻ, അറ്റൻഷൻ സീക്കിംഗ് തുടങ്ങിയെന്ന് പറയുന്നത്, അതായത് മറ്റുള്ളവരുടെ പബ്ലിക് അറ്റൻഷൻ കിട്ടണം തുടങ്ങിയ പ്രവൃത്തികളാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇത് മാത്രമല്ല, വേറൊരു സീൻ കൂടി നിങ്ങൾ കാണിക്കാം. അതായത് സ്ഥിരബുദ്ധിയുള്ള ഒരുത്തനാണ് ഇത് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് തന്നെ വിലയിരുത്തൂ. ഇവന്റെയൊക്കെ ചില മനോനില തകരാറുണ്ടെന്ന് തോന്നിപ്പോകുന്ന ഒരു സന്ദർഭങ്ങളാണ് ഇതൊക്കെ. ഈ തലയ്ക്കകത്തുള്ള ചിന്താശേഷി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പരിസരബോധം ഉണ്ടാകില്ല. താൻ എവിടെയാണെന്നോ എങ്ങനെയാണോ എന്നൊന്നും അവർക്ക് ചിന്തിക്കില്ല. അവരുടെ മനസ്സെന്ന് പറഞ്ഞാൽ വേറെ ഏതോ ഒരു ലോകത്താണ്. അത് ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലുമൊക്കെ രാസലഹരി അടിച്ച് കിളിപോയതാണോ എന്നറിയില്ല. കാര്യം ഇവരെയൊക്കെ സംബന്ധിക്കുന്നിടത്തോളം തൊലി നിറം, ജാതി, പിന്നെ ഇംഗ്ലീഷ് തുടങ്ങി കുടുംബ മഹിമ ഇതൊക്കെ പറഞ്ഞിട്ട് തറവാട്ടിൽ പിറന്നവർ എന്ന പശ്ചാത്തലം വെച്ചിട്ട് എന്ത് തോന്നിവാസം കാട്ടിയാലും അതൊക്കെ ഈ സമൂഹത്തിൽ ചിലർ അങ്ങ് വകവെച്ച് കൊടുക്കും. നിങ്ങൾ തന്നെ ആലോചിക്കുക,